നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ 4 മണി ചായക്ക് എന്താ പലഹാരം ഉണ്ടാക്കുക? കുറച്ച് അരിപ്പൊടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ അരിപ്പൊടി അപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടി ഉണ്ട്. നമുക്കതുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടാവും, വലിയവർക്ക് ഇഷ്ടാവും, വിശപ്പ് മാറും, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം. നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. ഉണ്ടാക്കാം കേട്ടോ, വരൂ. ഇതാണ് കേട്ടോ അരിപ്പൊടി. പൊൻകതിരിൻ്റെ അരിപ്പൊടിയാണ്. പുട്ടുണ്ടാക്കണ പൊടിയല്ല കേട്ടോ ഇത് അപ്പമൊക്കെ ഉണ്ടാക്കണ പൊടിയാണ്. നൈസ് പൊടിയാണ് കണ്ടോ, നൈസ് പൊടി. ഞാൻ കുറച്ച് പൊടി ഇങ്ങോട്ട് എടുത്തു കണ്ടോ, തീരെ നൈസ് പൊടിയാണ്. അപ്പം ഉണ്ടാക്കാം, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാം. ഉപ്പിടാം കേട്ടോ, ഇത്തിരി ഉപ്പ്, അധികം വേണ്ട, ലേശം ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ കുഴയ്ക്കണം. ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ അതിന് മയം കൂടുതൽ കിട്ടും. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. സ്പൂൺ കൊണ്ട് ഇളക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നനയ്ക്കണമെങ്കിൽ. പെട്ടെന്ന് അധികം വെള്ളമായാൽ പൊടി ഇങ്ങനെ പിന്നെ ഇടേണ്ടി വരും. നമ്മളിപ്പോൾ കുറച്ചുണ്ടാക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴേക്ക് മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്തു. ഒന്നുകൂടി ഇളക്കാം. ആവശ്യത്തിന് ഇത്തിരി ചേർത്ത് ഇങ്ങനെ ആക്കുകയാണ് നല്ലത്. ചൂടാറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കേട്ടോ. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൈ കൊണ്ട് തൊടാറായാൽ നമുക്കത് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം. വെള്ളം കൂടുതലുണ്ടോ? ഇല്ല അല്ലേ, സൈഡിൽ നിന്നൊക്കെ നനയാനുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ചൂടായിട്ട് കിട്ടും. കൈ കൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാണ്. ഉപ്പൊക്കെ എല്ലായിടത്തും എത്തട്ടെ, നനവെല്ലായിടത്തും എത്തട്ടെ. നല്ല സോഫ്റ്റായിട്ടുള്ള അരിമാവായിപ്പോൾ കേട്ടോ. ഇതുകൊണ്ട് അട ഉണ്ടാക്കാം. ഇന്ന് അടയല്ല കേട്ടോ, ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങളൊക്കെ ഉണ്ടാക്കണത് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കണത് കാണിക്കണമെന്ന് മാത്രം. നാളികേരം ഇവിടെ കുറച്ച് ചെരുകിതിരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. രാവിലത്തെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഒരു കട്ടയുണ്ടായിരുന്നു, കട്ടയൊക്കെ എടുത്ത് കളയല്ല, ഞാൻ തിന്നു കേട്ടോ. ശർക്കര അതിലേക്ക് കുറച്ച് അരിഞ്ഞിടാം. ഒരു വലിയ ബെല്ലം ശർക്കര എടുത്തിട്ട് അരിഞ്ഞിടാം നമുക്ക്. ശർക്കര ഉരുക്കിയാൽ ചിലപ്പോൾ വെള്ളം കൂടും, അതുകൊണ്ടാണ് അരിഞ്ഞിട്ടത് കേട്ടോ. ഉരുക്കിയാൽ വെള്ളം അധികമായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചും കൂടി അരിഞ്ഞിടാം കേട്ടോ നോക്കിയിട്ട്. പക്ഷേ ഇന്ന് ഞാൻ സാധനം കൂടി ചേർക്കേണ്ടതില്ല കേട്ടോ. ചക്ക വരട്ടി തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചക്ക കിട്ടിയതിൽ കുറച്ചെടുത്ത് വരട്ടി വെച്ചിരുന്നതാണ്. അതിന് 2 സ്പൂണ് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഈ നാളികേരത്തിലേക്ക് ആവശ്യമുള്ള ചക്ക വരട്ടിയത് എടുത്തു, ബാക്കിയുള്ളത് പിന്നെ എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ നാളികേരവും ശർക്കരയും ചക്ക വരട്ടിയതും കൂടിയിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. നല്ല രസമല്ലേ, വെറുതെ തിന്നാൻ വേണമെങ്കിൽ. പക്ഷെ ഞാനിത് കുട്ടികൾ വരുമ്പോഴേ എന്തെങ്കിലും ഉണ്ടാക്കണം നമുക്കെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഏലക്കായയുടെ പൊടിയൊക്കെ ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. കുറച്ച് വെള്ളം പതിശ്രീ ഇവിടെ അരിപ്പയുള്ള പാത്രം ഉണ്ടല്ലോ അതിൽ. ഇത് നമുക്ക് ഉണ്ടകളായിട്ട് ഉരുട്ടാം, ഉരുളകളായിട്ട് ഉരുട്ടാം. ഒരു 8, 9, 10 ഉരുട്ടി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ 5-10 ഉരുളയാക്കിയിട്ട് ഞാനിത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവൂല്ലേ? അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് പലഹാരം വേണോ തരാട്ടോ ഞാൻ. ചൂടായിട്ടില്ല, തീ കത്തിച്ചിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് കത്തിച്ചത്. ഇനി തിളയ്ക്കണം. വെള്ളം തടുത്ത് നോക്കട്ടെ കേട്ടോ. വെള്ളം മുട്ടുന്നുണ്ട് കേട്ടോ. ഈ അരിപ്പ പാത്രം വെള്ളത്തിൽ മുട്ടാൻ പാടില്ല. മുട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? നമ്മളിത് വെക്കുമ്പോൾ നനയും, അപ്പോൾ അത് നാശമായി പോവും. വെള്ളം കുറച്ച് മുക്കി വെച്ചു. മുട്ടാൻ പാടില്ല വെള്ളത്തിൽ അരിപ്പ പാത്രം. ഇനി നന്നായി തിളക്കട്ടെ, വെള്ളം ആവി വരട്ടെ. അപ്പോഴേക്കും നമുക്കിത് ഇങ്ങനെ ഉള്ളം കയ്യിലൊന്ന് പരത്താം. മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ശർക്കര നാളികേരം മാത്രം വെച്ച് അതിൽ ഇത്തിരി ഏലക്കായൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചക്ക വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇങ്ങനെ അതിനെ അങ്ങോട്ട് കൂട്ടുക. ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഈ ശർക്കരയും നാളികേരം അതൊക്കെ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരാൻ പാടില്ല. പുറത്തേക്ക് വന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒലിക്കും.
ചൂടാവുമ്പോൾ ഇത് ഒലിക്കാതിരിക്കാൻ നമുക്ക് അതിനെ അടച്ച് വയ്ക്കണം. ഇത്തിരി മാവെടുത്ത് അവിടെ ആ ഭാഗത്ത് വെച്ചിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ ശർക്കര നാളികേരമൊന്നും പുറത്തേക്ക് വരില്ല. ഭംഗിയായിട്ട് അതിനെ ഉരുട്ടുക. എന്നിട്ട് അതിനെ ഭദ്രമായിട്ട് ഒന്ന് വെച്ചു. രണ്ടാമത്തെ എടുത്തു. നന്നായിട്ട് ഈ മധുരമൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും ഞാനിതുപോലെ തന്നെ പൊതിഞ്ഞു, അരിമാവ് കൊണ്ട് പൊതിഞ്ഞു, അടച്ച് റെഡിയാക്കി. അധികം ഉണ്ടല്ലേ, കുറച്ച് വെച്ചു. നെക്സ്റ്റ് ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞ് 10 എണ്ണവും നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. പക്ഷേ ശർക്കരയാണത് കൊണ്ട് കുഴപ്പമില്ല. ഷുഗറുള്ളവർ കഴിക്കണ്ട കേട്ടോ. അരിയാണ്, ശർക്കരയാണ്, അല്ലേ, മധുരമാണ്. അവർ കുറച്ച് കഴിച്ചാൽ മതി. അപ്പം ഞാൻ എല്ലാതും വെച്ചു, അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ആവി വരട്ടെ. അപ്പോൾ അത് വേവും. ഇപ്പോൾ 15 മിനിറ്റ് ആവി വന്നു കഴിഞ്ഞു കേട്ടോ. കുറേ നേരം വെച്ചിട്ട് തുറക്കാം. യെസ്, തുറന്നു. കണ്ടോ, റെഡിയായി. കണ്ടോ, നയനുണ്ട്, നയൻ. സുന്ദരിക്ക് ആദ്യം കൊടുക്കട്ടെ. 1. നെക്സ്റ്റ് 1. ഒന്നും കൂടി. ഓക്കെ, 2. അപ്പോൾ ഇത് 2 മുളക്കുള്ളതാട്ടോ. മുറിക്കണോ? ഇതിങ്ങനെ മുറിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചട്ടകം കൊണ്ടോ കത്തി കൊണ്ടോ ഇതിങ്ങനെ മുറിക്കണോ? യെസ്. അപ്പം അവർ കഴിച്ചു, അവൾക്ക് ഞാൻ കൊടുത്തു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഒരെണ്ണം ജയശ്രീക്ക് കൊടുക്കണു, ഒരെണ്ണം ഞാൻ കഴിക്കാൻ പോവാണ്. എടുത്തോളൂ ജയശ്രീ, എടുത്തോളൂ. എടുക്കാം. ഇതാ കണ്ടാ, കഴിച്ചോളൂ. ഞാൻ കഴിക്കാൻ ചൂടുണ്ട്. കഴിച്ചോളോ. നല്ല രസാട്ടാ. അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. എങ്ങനെയുണ്ട് നോക്കുവോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കയുടെയാണ്. ചക്ക ഇങ്ങനെ മധുരം കിനിയണ ചക്കയാണ്. അത്ര രസാ. ഇഷ്ടമായ? നിങ്ങൾക്ക് ലൈക്ക് ചെയ്തോളൂട്ടാ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കല്ല, വലിയവർക്ക് ഇഷ്ടം. വിശപ്പ് മാറും. ഓക്കെ, അപ്പം നിങ്ങളുണ്ടാക്കി നോക്കുക. ഓക്കെ.